നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം സമയത്തിന് ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ. നമ്മുടെ നാടുകളിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച ചിലപ്പോൾ ശരീരഭാരം കുറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആരോഗ്യം ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില ദിവസം ചില സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ തോന്നിയ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക. അതിൽ പ്രധാനമായിട്ടുണ്ടാവാറുള്ള ഈ അമ്മമാർ വീട്ടിൽ പല തിരക്കും പല ജോലിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് ഭക്ഷണം കഴിക്കില്ല, ചില സമയത്ത് അത് വൈകി കഴിക്കും, ചില സമയത്ത് നേരത്തെ കഴിക്കും. ഇങ്ങനത്തെ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഡ്രൈവർമാരുണ്ട്, ലോങ് പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ. ഇവർക്കും ചിലപ്പോൾ കൃത്യസമയത്തിനോ കൃത്യനേരത്തിനോ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യസമയത്തിന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓവർ ഈറ്റിംഗ് ലേറ്റർ. നമ്മൾ ചിലപ്പോൾ ഈ ഭക്ഷണം കുറക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യുക, ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ മെലിയണമെന്ന് ഉദ്ദേശമായിരിക്കും ചില സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഇത് വലിയ അബദ്ധമായി മാറും. കാരണം ഇതിന് മുമ്പ് വേറെ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഭക്ഷണ സമയം ഓരോരുത്തർക്കും ഓരോ സമയമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ നമ്മൾ ആമാശയത്തിൽ ഒരുപാട് കെമിക്കൽസ് വരുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കും. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടണമെന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിൽ ഭക്ഷണം കുഴപ്പങ്ങളൊന്നും എന്ത് ചെയ്യാം, ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യസമയങ്ങളിൽ കൃത്യനേരത്ത് കഴിക്കാൻ തന്നെ വേണം. അപ്പോൾ അതിൽ ഓവർ ഈറ്റിംഗ് ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശം എന്തായിരിക്കും, മെലിയാന്ന ഉദ്ദേശത്തോട് കൂടിയായിരിക്കും എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാതിരിക്കുക. പക്ഷേ ഇത് കൃത്യസമയത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്ത് ചെയ്യും, നമ്മൾ അടുത്ത സമയം നമുക്ക് ഭയങ്കര വിശപ്പ് കൂടുകയും നമ്മൾ കിട്ടുന്ന സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കാവും. അത് ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാടുകളിൽ ഈ ശരീരഭാരം കൂടുന്നതിനുള്ള ഒരു അബദ്ധം. ചില സ്ത്രീകൾ പറയും, സാർ ഞാൻ ഭക്ഷണം കഴിക്കാറേ ഇല്ല, ഇങ്ങനെ തടി കൂടുകയാണ്. അവർക്ക് എന്താ പ്രധാന പ്രശ്നം എന്തായിരിക്കും, അവർ കഴിക്കുന്ന ഭക്ഷണം കൃത്യസമയത്തിൽ കഴിക്കണില്ല എന്നതാണ്. ഇപ്പോൾ 5 നേരം കഴിക്കണം എന്നല്ല, ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിച്ചാൽ മതി. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം, നല്ല സൗന്ദര്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ആ 3 നേരമാണെങ്കിൽ അത് ഓരോരുത്തരും സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഒരു കുഴപ്പങ്ങളൊന്നും. പക്ഷേ എന്ത് ചെയ്യുക, ആ 3 നേരം ഭക്ഷണം കൃത്യസമയത്തിന് കഴിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത തവണ കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കാനും ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തൊന്നാണ് ബ്ലഡ് ഷുഗർ വേരിയേഷൻ. അതായത് നമ്മുടെ രക്തത്തിൽ ഒരു ഷുഗർ ഉണ്ട്. നമ്മുടെ ഈ ബ്ലഡ് ഷുഗറാണ് നമ്മളെ ജീവിക്കാൻ, നമ്മളെ എനർജിയോടെ ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രാപ്തി നൽകുന്നത്. രക്തം കൃത്യസമയത്ത് ഊർജ്ജം ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യസമയത്തിന് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും, രക്തത്തിലെ ഈ ഷുഗറിൻ്റെ വേരിയേഷൻസ് എല്ലാം വരിക. അത് നമുക്ക് എന്ത് ചെയ്യുക, തല ചുറ്റൽ അല്ലെങ്കിൽ തല മിന്നൽ, അത് അസ്വസ്ഥത വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുക, കഴിക്കുന്ന ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന പോയിന്റാണ് മൂഡ് സ്വിങ്. നേരത്തെ പറഞ്ഞ ബന്ധപ്പെട്ട നമുക്ക് എന്ത് ചെയ്യും, നല്ല ഊർജ്ജം ഉണ്ടെങ്കിൽ ഒരു എനർജി ഉണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിയൊക്കെ ഉഷാറായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൃത്യസമയത്തിന് ഭക്ഷണം കഴിച്ചില്ല, ആ ഊർജ്ജത്തിൽ സപ്ലൈയിൽ വേരിയേഷൻസ് വരികയും അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ഷീണം അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ ഉറക്കം വരിക അല്ലെങ്കിൽ കോട്ടുവായുടെ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഒരു ടോട്ടൽ ശരീരത്തിൽ ക്ഷീണത്തിലേക്ക് നീങ്ങും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പുവർ ഡൈജഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നമ്മൾ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ നമ്മൾ ആമാശയത്തിൽ ഇത് വരുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസുകളും ഒക്കെ റെഡിയായി നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം എത്തിയില്ല എന്ത് ചെയ്യും, അത് ശരീരത്തിന് ഒരു അസ്വസ്ഥത വരികയും നമ്മൾ ദഹന പ്രക്രിയ ബാധിക്കും. ഈ ദഹനത്തിന് താളമുണ്ട്. താളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കാൻ കൃത്യസമയത്തിന് ഭക്ഷണം വരണം. ആ സമയത്ത് എന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ചാൽ 1-2 മണിക്കൂറിൽ ദഹന പ്രക്രിയ തുടങ്ങും. ഒരു 4 മണിക്കൂർ കൊണ്ട് ദഹന പ്രക്രിയ തീരും. അങ്ങനെ ഒരു പ്രത്യേക ഒരു സംവിധാനം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ കൃത്യസമയത്തിന് ഭക്ഷണം കഴിച്ചില്ല ദഹനത്തിന് പ്രശ്നങ്ങൾ വരിക, പിന്നെ പുളിച്ച് തകട്ടൽ, ഇങ്ങനെ അസിഡിറ്റി പല പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ഹോർമോണൽ ഇംബാലൻസ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. നമ്മൾ പല ശരീര പ്രവർത്തനത്തെയും നമ്മളെ സ്വഭാവത്തെയും നമ്മളെ മൂഡിനെയൊക്കെ ബാധിക്കുന്നത് ഹോർമോണുകളാണ്. ഈ ഹോർമോണുകൾ കൃത്യമായി നിലനിൽക്കണ കൃത്യമായിട്ട് ഊർജ്ജത്തിന് സപ്ലൈ കിട്ടേണ്ടത് ശരീരത്തിൽ. അപ്പം കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് വീക്കൻഡ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റിയാണ് നമുക്കറിയാം, നമ്മളൊരു രോഗപ്രതിരോധ ശേഷിയുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന അണുക്കളെ എന്ത് ചെയ്യുക, പുറത്തു വരുന്ന അസുഖത്തിന് അണുക്കൾ അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിലേക്ക് ഒരുപാട് സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ശത്രു അണുക്കളെ എന്ത് ചെയ്യുക, തുരത്താൻ വരുന്ന സംവിധാനങ്ങൾ. ഈ സംവിധാനത്തിന് കൃത്യമായിട്ട് ഊർജ്ജം കൃത്യസമയത്തിന് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്.
ഇത് പല ദിവസങ്ങളും പല സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റേ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് മെറ്റബോളിസം. മെറ്റബോളിസം ആണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഭക്ഷണം കഴിച്ച് ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ എന്ത് പ്രവർത്തനത്തിനും കൃത്യമായിട്ട് ഊർജ്ജം എത്തേണ്ടതുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഊർജ്ജത്തിന്റെ സപ്ലൈയിൽ വേരിയേഷൻ വരികയും നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ശരീരഭാരം കുറയണം, അല്ലെങ്കിൽ നല്ല എനർജിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ സൗന്ദര്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 നേരത്തെ ഭക്ഷണം മാറ്റിയിട്ട് ഒരു 3 നേരം ഭക്ഷണത്തിലേക്ക് മാറുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണം ഓവർലോഡാകാതെ കഴിക്കുക. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, കഴിക്കുന്ന ഭക്ഷണം എന്നും കൃത്യസമയങ്ങളിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി കൃത്യസമയത്ത് പാകത്തിന് ഭക്ഷണം കഴിക്കുക. ഒരു ദിവസം അരമണിക്കൂറെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക. ടെൻഷൻ, സ്ട്രെസ് പോലത്തെ ജോലികളിൽ നിന്ന് കഴിയുന്നത് മാറി നിൽക്കുന്നതോടുകൂടി നിങ്ങളുടെ ശരീരത്തിന് എനർജി ലെവൽ കൂടാനും നിങ്ങളുടെ സൗന്ദര്യം കൂടാനും സാധ്യത കൂടുതലാണ്. മറ്റൊരു വിഷയം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.